നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നരസിംഹാവതാരം എന്ന 25-ാമത്തെ ദശകത്തിലെ ദ്വിതീയ ശ്ലോകം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വൃത്തം ശാർദൂല വിക്രീഡിതമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭദഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുസ്ഥേ വിഭോ കിം കിം ഭീഷണമേതദ്ഭുതമിതി വ്യുദ്ഭ്രാന്തചിത്തേ സുരേ വിസ്ഫൂർജ ധവളോഗ്രരോമ വികസദ്വർഷ്മാഃ സമാജൃംഭതാഃ. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അത്യന്തം കഠിന പദങ്ങളാണ്, കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 10 ശ്ലോകത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭദഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വപുഃ തേ വിഭോ കിം കിം ഭീഷണം ഏതത് അദ്ഭുതം ഇതി വ്യുദ്ഭ്രാന്തചിത്തേ അസുരേ വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസദ്വർഷ്മാഃ സമാജൃംഭതാഃ. ഇനി അടുത്തതായി ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭോ വിഭോ ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണി സ്തംഭദഃ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം തേ വപുഃ കിം കിം ഭീഷണം ഏതത് അദ്ഭുതം ഇതി വിസ്ഫൂർജദ്ധവളോഗ്രരോമ വികസത് വർഷ്മാഃ സമാജൃംഭതാഃ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അലയോ വിഭോ, സർവശക്തനായ ഈശ്വര, കോപാക്രാന്തനായ ഹിരണ്യകശിപു, അങ്ങയെ വധിക്കുവാനുള്ള ആവേശത്തോടുകൂടി നാലുപാടും നോക്കുമ്പോൾ മൃഗരൂപമോ മനുഷ്യരൂപമോ അല്ലാത്ത ഭവാന്റെ ദിവ്യമായ ആ രൂപം ആ സ്തംഭത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. ഭീകരവും അത്ഭുതകരവുമായ ഈ രൂപം എന്താണ് എന്ന് ഹിരണ്യകശിപു അത്യന്തം സംഭ്രമത്തോടുകൂടെ നിൽക്കുമ്പോൾ വിടർന്നതും വെളുത്തതും കൂർത്തതുമായ രോമങ്ങളാൽ വികസിച്ച രൂപത്തോടുകൂടിയ അങ്ങ് വളർന്നു വരുവാൻ ആരംഭിച്ചു എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.